ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ് ഏഷ്യയിൽ. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിരുന്നു. കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് കമ്മോഡിറ്റികളും ആ സെൻറ്റിമെൻറ്റിൽ തന്നെയാണ് സ്ലൈറ്റ് വീക്ക്നെസ്സോട് കൂടിയാണ് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. ബെറ്റർ ഓപ്പണിങ്ങിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. ഇന്ത്യൻ സേനയ്ക്ക് ഗവൺമെൻറ് എല്ലാവിധ പെർമിഷനും കൊടുത്തിട്ടുണ്ട് ടെററിസ്റ്റുകൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു പക്ഷേ ഒരു സംഘർഷം വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൂടിയാണ് ഇന്ന് വീക്ക് ഓപ്പണിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അമേരിക്കയിലും ചൈനയിലും ജപ്പാനിലും വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ഡാറ്റകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ് അതാത് രാജ്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ US പ്രസിഡന്റ് ട്രംപ് താരിഫ് റിലേറ്റഡ് ഡിസിഷൻസിലൊക്കെ ഒരു ഡയലൂഷൻ വരുത്താനായിട്ട് സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം ഒരു US പ്രസിഡന്റ് അപ്രൂവൽ റേറ്റ് നോക്കുകയാണെങ്കിൽ വളരെ കാലത്തിന് ശേഷം ഏറ്റവും മോശം അപ്രൂവൽ റേറ്റുള്ള ഒരു പ്രസിഡന്റായിട്ട് മാറിയിരിക്കുകയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ താരിഫ് റിലേറ്റഡ് ടഫ് മെഷേഴ്സൊക്കെ ഡയലൂട്ട് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ഓട്ടോമൊബൈലോ ഓട്ടോ ആൻസിലറി കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഇന്ത്യയും USഉം തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ട്രേഡ് റിലേറ്റഡ് താരിഫ് റിലേറ്റഡ് ഡീല് സൈൻ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യക്ക് ഫേവറബിൾ ആയിരിക്കും എന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും ബയേഴ്സാണ്. ഡൊമസ്റ്റിക് ഫണ്ടുകളും ഇന്നലെയും ബയേഴ്സാണ്. തീർച്ചയായിട്ടും ഇന്നലെയൊക്കെ മാർക്കറ്റിലൊരു സ്ട്രെങ്ത് പകർന്നിട്ടുള്ളത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡൊമസ്റ്റിക് ഫണ്ടുകളുടെയും ബയ്യിങ് ആണ്. അതേസമയം അതിർത്തിയിലത്തെ പ്രശ്നം തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സംഘർഷം വ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും തങ്ങളുടെ ലോങ് പൊസിഷൻസ് ഹെഡ്ജ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഒപ്പം ഡിഫൻസ്, ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം ഒരു വാറോ അല്ലെങ്കിൽ മറ്റ് സംഘർഷങ്ങളോ വരികയാണെങ്കിൽ ഏറ്റവും ബെനിഫിഷ്യൽ ആവുന്നത് ടെക്നോളജി റിലേറ്റഡ് ഡിഫൻസ് സെക്ടേഴ്സും അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മൾ Q4 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ് ഇന്നലെ 4:1 ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്തേക്കാളും ബെറ്റർ റേഷ്യോ ആണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2 രൂപയിൽ നിന്ന് 1 രൂപയാക്കി സ്പ്ലിറ്റ് ചെയ്യാണ്. 4:1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഷെയറുള്ള ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ബോണസും സ്പ്ലിറ്റും കഴിയുമ്പോൾ 10 ഷെയറായിട്ട് മാറുകയാണ്. 123.73 കോടി, ഇക്വിറ്റി ക്യാപിറ്റൽ 618.65 കോടിയായിട്ട് വരികയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഡിസിഷനാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ബജാജ് ഫിനാൻസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇന്നിന് റിസൾട്ട് വരാനുള്ളത് വേദാന്തിൻ്റെ, അതുപോലെ തന്നെ ധാരാളം കമ്പനികളുണ്ട്. വേദാന്തയുടെ റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും Q4 റിസൾട്ടുകൾ അനുസരിച്ചിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഒക്കെ പല സ്റ്റോക്കുകളിലും കണ്ടേക്കാം. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ടെൻഷൻ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു വറി. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഒപ്പം നമ്മൾ AC ഫ്രിഡ്ജ് സെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ വർഷം പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു സെയിൽസ് വന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവാണ്. അപ്പം നമ്മളൊരു വൊളാറ്റിലിറ്റിയാണ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ലോങ് പൊസിഷൻസ് മെയ് എൻഡ് കോൺട്രാക്റ്റിലെ പുട്ട് ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഹെഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒപ്പം ഇൻട്രാഡേ പൊസിഷൻസൊക്കെ ഇൻട്രാഡേ തന്നെ ക്ലോസ് ചെയ്യുന്നത് റിസ്കി ലോങ് പൊസിഷൻസൊക്കെ കുറച്ച് ദിവസങ്ങളിലേക്ക് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലൊരു ഡിസിഷൻ. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.